ഹലോ, നമുക്കിന്നൊരു ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ഇടാൻ കമൻറ്റ് കണ്ടതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ചിക്കൻ വാങ്ങിച്ചു വന്ന് അതിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സാധാ വെള്ളം ഒഴിച്ച് കുറച്ച് വിനാഗിരി ഉപ്പും കൂടി ഇട്ട് കണ്ടിട്ട് ഒരു മണിക്കൂറെങ്കിലും മിനിമം വെക്കണം, ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് എടുത്ത് വീണ്ടും നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, അതുപോലെ കുരുമുളക് പൊടി വൈറ്റ് കുരുമുളക് പൊടി എന്ന് കുറച്ചും കൂടി നല്ലതാണ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി മാത്രം ഇട്ടാൽ മതി, ഇഞ്ചി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. വീണ്ടും ഒരു 2 മണിക്കൂറും കൂടി നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിന്നെ ലാസ്റ്റ് കോട്ടിങ് കൊടുക്കാൻ കുറച്ച് മൈദയും അതിലിത്തിരി ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. വേറൊരു പാത്രം എടുത്തിട്ട് സമമായിട്ട് കോൺഫ്ലവറും മൈദയും ഒപ്പത്തിനൊപ്പം എടുക്കുക. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക, മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, ഉപ്പ്, വിനാഗിരി ഇത്രയും ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടി കൊണ്ട് ഇട്ടു കേട്ടോ. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പാലൊഴിച്ചും കണ്ടിട്ട് നന്നായിട്ട് ലൂസാക്കി എടുക്കുക. ഒരു തിക്ക് ബാറ്റർ അല്ല വേണ്ടത്, അത്യാവശ്യം ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ കട്ടിയാവും. അങ്ങനെയാണെന്ന് വെച്ചാൽ വീണ്ടും പാലൊഴിച്ച് ലൂസാക്കിക്കോളാം. അപ്പോൾ അതാ ചിക്കനൊക്കെ ഈ ഒരു പരിവായിട്ടുണ്ട്. അതെടുത്ത് ആദ്യം നമ്മുടെ ഈ മൈദയും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ അതില്ലേ, അതിലേക്ക് ആദ്യം ഒരു കോട്ടിങ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒന്ന് അമർത്തിയിട്ട് നന്നായിട്ട് കുടഞ്ഞ് കളയുക. പിന്നെ ഈ ബാറ്ററിൽ കുറച്ചും കൂടി ലൂസാക്കുകയാണ് കേട്ടോ നല്ലത്, മുക്കി കൊടുക്കുക. പരമാവധി നല്ല ലൂസായിട്ടുള്ള ബാറ്റർ വേണം. അത് കഴിഞ്ഞ് വീണ്ടും ഈ മൈദയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൈദ അതിൻ്റെ മുകളിൽ ആ ചിക്കന്മ കൈതൊടാണ്ട് മൈദ മാത്രം കൈതൊടുക. അതാണ് ഒരു കണക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് ശക്തിയായിട്ട് കുടയുക, ഒട്ടും അതിലേക്ക് പൊടി എക്സസ് ആയിട്ട് നിൽക്കരുത്. അതങ്ങനെ തന്നെ നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ഓയിൽ ഒഴിച്ചോളൂ കേട്ടോ. ഓയിലിലേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരുക. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ശ്രദ്ധിച്ച് തീയൊക്കെ ശ്രദ്ധിച്ച് ഒന്ന് ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി, കൂട്ടുകാർക്കും ഇഷ്ടമായോ എന്ന് നോക്ക്. ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആദ്യം കുറച്ചെടുത്ത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ